ഞങ്ങളിന്ന് ട്രാവൽ പോവുകയാണ്. അപ്പോൾ എവിടെയാണ് എന്താണെന്നെല്ലാം വഴിയെ വീട്ടിൽ കാണിച്ചു തരാം. അപ്പോൾ നമുക്ക് വീട്ടിലോട്ട് പോകാം. ഞങ്ങൾ പോകാൻ പോകുന്ന സ്ഥലം എന്ന് പറയുമ്പോഴത്തേക്കും വല്ലാർപാടം ചർച്ചാണ്. അപ്പോൾ അതുവഴി തന്നെ ഞങ്ങൾ വേറെ സ്ഥലങ്ങളൊക്കെ കാണാമെന്നാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഏകദേശം ഒരു 9 മണി കഴിഞ്ഞപ്പോഴത്തേക്കും ഞങ്ങൾ ഇവിടെ നിന്ന് ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഞങ്ങളുടെ നെയ്ബേഴ്സുമായിട്ടാണ് ഞങ്ങൾ പോകുന്നത്. ഏകദേശം ഒരു 10-25 പേരുള്ളുണ്ടായിരുന്നു. ഞങ്ങൾ ഉൾപ്പെടെ കുറച്ച് പേരൊക്കെ ട്രാവലിൽ കയറി നിന്നിട്ടുണ്ട്. അപ്പോൾ ഇനിയും ആൾക്കാർ വരാനുണ്ട്. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് വെയിറ്റിംഗ് ആണ്. അപ്പോൾ നല്ല ചൂടുണ്ട് വണ്ടിയുടെ അകത്ത് തന്നെ. പിന്നെ അവിടെ നിന്ന് പുറത്തേക്ക് ഇറങ്ങി ഞാനിപ്പോൾ വണ്ടിയിൽ കയറി ഇരുന്നു കേട്ടോ. പക്ഷേ ഈ ദിവസം ഒട്ടും പറ്റുന്നില്ല, നല്ല ചൂടാണ് ആൾക്ക്. അതുകൊണ്ട് ആളെയും കൊണ്ട് അമ്മ പുറത്ത് നിൽക്കുവാണ്. അപ്പോൾ ആൾക്കാരൊക്കെ വന്ന് കയറി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ജസ്റ്റ് വീഡിയോസൊക്കെ എടുക്കുമായിരുന്നു. അങ്ങനെ ഫൈനലി എല്ലാവരും വണ്ടിയിൽ കയറി കേട്ടോ. അപ്പോഴത്തേ വണ്ടി എടുക്കാൻ വേണ്ടി പോവാണേ. അപ്പോൾ കാറ്റ് കുറച്ച് വണ്ടിയിലോട്ട് കയറുന്നുണ്ട്, അതുകൊണ്ടൊരു ആശ്വാസം. പക്ഷേ ഈ ദിവസം ഒട്ടും ഡ്രസ്സ് കംഫോർട്ടായിട്ട് തോന്നിയില്ല. അതുകൊണ്ട് ആൾക്ക് ഡ്രസ്സ് മാറ്റിക്കൊടുത്തു, ആളെ ഫ്രീ ആയിട്ട് ഇരുത്തി. അല്ലെങ്കിൽ ആൾ വെറുതെ അലമ്പുണ്ടാക്കും. ഞങ്ങൾ ഫസ്റ്റായിട്ട് പോയത് ഭ്രാന്തൻകുരിശൻ്റെ പള്ളിയിലേക്കാണ്. ഭ്രാന്തൻകുരിശൻ്റെ പള്ളി അല്ലെങ്കിൽ കൂനംകുരിശ് പള്ളി എന്നൊക്കെയാണ് കേട്ടോ ഈ പള്ളിയെ വിശേഷിപ്പിക്കുന്നത്. അപ്പോൾ അവിടേക്കാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഫസ്റ്റ് തന്നെ അവിടെ നിന്ന് ഒരു പൂമാല വാങ്ങിച്ചിട്ടുണ്ട്. അത് കൂനംകുരിശുമേൽ സമർപ്പിക്കാനായിട്ടുള്ള പൂമാലയാണ്. പിന്നെ തിരിയും എണ്ണയും ഒക്കെ അവിടെ നിന്ന് കിട്ടും കേട്ടോ. ഈ പള്ളിയിൽ വന്ന് പ്രാർത്ഥിക്കുന്നവർക്ക് അവരുടെ ആഗ്രഹങ്ങളെല്ലാം സാധിച്ചു കിട്ടുകയും പിന്നെ അവർക്ക് നഷ്ടപ്പെട്ടു പോയ സാധനങ്ങൾ പ്രാർത്ഥനയുടെ തിരികെ ലഭിക്കുമെന്നൊക്കെയാണ് പറയുന്നത് കേട്ടോ. അങ്ങനെയാണ് ഇവിടുത്തെ വിശ്വാസം. കൊടുങ്ങല്ലൂരിൽ നിന്ന് പലായനം ചെയ്ത് പോന്നിട്ടുണ്ടായിരുന്ന ക്രിസ്ത്യാനികൾ അവർ ഇങ്ങോട്ട് പോകുന്നപ്പോഴത്തേക്കും ഒപ്പം കൊണ്ടുവന്നതാണ് ഈ കുരിശ്. ആ കുരിശ് അങ്ങനെ വഴിയിൽ അവർ സ്ഥാപിക്കുകയാണ്. അങ്ങനെയാണ് ഈ കുരിശിന് ഭ്രാന്തൻകുരിശ് അല്ലെങ്കിൽ ഭ്രാന്തൻകുരിശ് എന്നൊക്കെ പേര് വന്നത്. ക്രമേണ ഇത് ഭ്രാന്തൻകുരിശിൻ്റെ പള്ളി എന്നറിയപ്പെടാൻ തുടങ്ങി. പിന്നെ മറ്റൊരു പേരാണ് കൂനംകുരിശ് പള്ളി എന്ന് പറയുന്നത്. കൂനംകുരിശ് പള്ളിയിൽ നിന്ന് ഞങ്ങൾ നേരെ പോയത് സെൻറ്റ് ഫ്രാൻസിസ് ചർച്ചിലേക്കാണ് കേട്ടോ. സെൻറ്റ് ഫ്രാൻസിസ് ചർച്ച് എന്ന് പറയുമ്പോഴത്തേക്കും നമ്മുടെ യൂറോപ്യൻകാരനായ വാസ്കോ ഡ ഗാമ കടൽ മാർഗം വഴി ഇന്ത്യയിലേക്ക് വന്നു. അപ്പോൾ പുള്ളിക്കാരനെ അടക്കം ചെയ്ത സ്ഥലമാണ് അല്ലെങ്കിൽ പള്ളിയാണ് ഈ സെൻറ്റ് ഫ്രാൻസിസ് ചർച്ച് എന്ന് പറയുന്നത്. വാസ്കോ ഡ ഗാമയെ അടക്കം ചെയ്ത് കുറേ വർഷങ്ങൾക്ക് ശേഷം അദ്ദേഹത്തിന്റെ ഭൗതിക ശരീരം യൂറോപ്പിലേക്ക് തന്നെ തിരിച്ചു കൊണ്ടുപോയി. 2-3 തവണ അദ്ദേഹം നമ്മുടെ കേരളം സന്ദർശിച്ചിട്ടുണ്ട്. മൂന്നാമതായിട്ട് വന്നത്, അതായത് ലാസ്റ്റായിട്ട് അദ്ദേഹം വന്നത് വൈസ്രോയി ആയിട്ടാണ്. അടുത്തതായിട്ട് ഞങ്ങളിത് പോകുന്നത് നെഹ്റു പാർക്കിലേക്കാണ്. അപ്പോൾ ഇവിടെ അല്ലാതെ ഒരുപാട് കാഴ്ചകളൊക്കെ കാണാനുണ്ട് കേട്ടോ, ഒത്തിരി ഉണ്ട്. അപ്പോൾ എല്ലാം നിങ്ങളെ കാണിച്ചു തരാവേ.
അപ്പോഴത്തേക്ക് എൻ്റെ കണ്ണിൽപ്പെട്ട മറ്റൊരു കാര്യമാണ് കേട്ടോ ഇത്. ഈ ഒരു മരം പോലെ നിൽക്കുന്ന സംഭവം, ഇതാണ് സർപ്പഗന്ധി എന്ന് പറയുന്നത്. അങ്ങനെ ഞങ്ങളുടെ മെയിൻ സ്പോട്ടായിട്ടുള്ള വല്ലാർപാട പള്ളി എത്തി ഗൈസ്. ഞങ്ങളത് കോട്ടയ്ക്ക് പോവാണ്. ഇവിടെ ഒരു കൂട് പോലത്തെ ഒരു സംഭവം ഉണ്ട് കേട്ടോ. ഇതിൽ ഒത്തിരി ലവ് ബേർഡ്സോ പിന്നെ വേറെ എന്തോ കിളികളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഇത് നമുക്ക് കാണാനായിട്ട് ഭയങ്കര കൗതുകര, ഭയങ്കര ബ്യൂട്ടിഫുൾ ആണ് കേട്ടോ. കുഞ്ഞുങ്ങളാണെങ്കിലും ഇതൊന്ന് കുറച്ച് നേരമൊക്കെ കാണുകയൊക്കെ ചെയ്യുക, അത്ര മനോഹരമായിരുന്നു. പിന്നെ ഇവിടുത്തെ എടുത്തു പറയേണ്ട മറ്റൊരു കാര്യമാണ് ഇവിടുത്തെ മാതാവിൻ്റെ കിണർ എന്നറിയപ്പെടുന്ന ഈ കിണർ. ഈ കിണറ്റിൽ നിന്ന് നമുക്ക് ആവശ്യത്തിനനുസരിച്ച് വെള്ളമൊക്കെ എടുക്കാം, കുടിക്കാനായിട്ട് എടുക്കാം. ഈ വെള്ളം കുടിക്കുമ്പോൾ തന്നെ നമുക്കൊരു പ്രത്യേക സുഖമാണ്. അത്രയ്ക്കും ക്ലീനാണ് ഈ വെള്ളം. ഒരു രീതിയിലുള്ള മാലിന്യങ്ങളൊന്നും ഇതിൽ വീഴാത്ത രീതിയിൽ നല്ല അടച്ചുറപ്പോട് കൂടി സെറ്റാക്കി വെച്ചിട്ടുള്ള ഒരു കിണറാണ് ഇത്. ഇത് മാതാവിൻ്റെ കിണറെന്നാണ് ഇതിനറിയപ്പെടുന്നത്. ഉച്ചക്കുള്ള ഫുഡും കാര്യങ്ങളും കഴിച്ചു കഴിഞ്ഞിട്ട് ഞങ്ങൾ മടങ്ങുകയാണ് വല്ലാർപാടത്തു നിന്ന്. കൊച്ചിയിൽ തന്നെ ഇടപ്പള്ളിയിലെ സെൻറ്റ് ജോർജ് ഫോറേൻ ദേവാലയമാണ് ഈ കാണുന്നത്. ഞങ്ങൾ അവിടേക്കാണ് അടുത്തതായിട്ട് വന്നിട്ടുള്ളത്. സെൻറ്റ് ജോർജ് കുടിയാലൻ്റെ ഏഷ്യയിലെ ഏറ്റവും വലിയ ദേവാലയമാണ് ഇടപ്പള്ളിയിലെ ഈ സെൻറ്റ് ജോർജ് ചർച്ച്. കേരളത്തിലെ ക്രിസ്ത്യൻ പള്ളികളിൽ ഏറ്റവും പഴക്കം ചെന്ന പള്ളികളിൽ ഒന്നാണ് ഈ പള്ളി എന്നതാണ് ഇതിൻ്റെ മറ്റൊരു പ്രത്യേകത കേട്ടോ. പള്ളിയുടെ ഉള്ളിൽ നമുക്ക് ഫോൺ അലൗഡ് അല്ല. അതുകൊണ്ട് തന്നെ പള്ളിയുടെ ഉള്ളിലുള്ള കാഴ്ചകളൊന്നും എടുക്കാൻ പറ്റിയില്ല. അവിടെ സെക്യൂരിറ്റി കാര്യങ്ങളൊക്കെ നിൽക്കുന്നുണ്ട്, നമ്മൾ വഴക്ക് പറയും. എന്നിരുന്നാലും അതിമനോഹരമാണെന്ന് പറയാം. അത്രയ്ക്ക് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പള്ളിയാണ്. ഇതിൻ്റെ അകമാണെങ്കിലും ഇതിൻ്റെ പരിസരമാണെങ്കിലും ഒത്തിരി ഭംഗിയുണ്ട് കാണാനായിട്ട്. അതിൻ്റെ അകത്തൊക്കെ കയറി ഞങ്ങൾ ഒത്തിരി പ്രാർത്ഥിച്ചു. എന്തായാലും ഒരു നല്ലൊരു ദിവസം തന്നെയായിരുന്നു. ഒത്തിരി കാഴ്ചകളൊക്കെ കാണാൻ പറ്റി, ഒത്തിരി പള്ളികളൊക്കെ വിസിറ്റ് ചെയ്യാൻ പറ്റി. എന്തായാലും ഈ ട്രാവൽ വ്ലോഗ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ എന്ത് വീഡിയോ ഇത്രയേ ഉള്ളൂ. ടാറ്റാ.